സത്യത്തിൽ ഇത് ചെയ്യുമ്പോൾ ബഡ്ജറ്റല്ല ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തത്. ഇതൊരു കലാപരമായി ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിലേക്ക് തന്നെ വന്നത്. കാരണം ഞാൻ സോഷ്യൽ ആക്ടിവിറ്റീസിൽ വളരെയധികം ഡെപ്തായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ്, ഈ സ്റ്റോറി ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായി ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതിന് എന്തെല്ലാം നമ്മുടെ ലിമിറ്റിനകത്ത്, ഫൈനാൻഷ്യൽ ലിമിറ്റിനകത്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു പുള്ളിക്ക്. പുള്ളി ഒരു ബഡ്ജറ്റൊക്കെ ഇട്ടിരുന്നു, പക്ഷേ അതൊക്കെ ക്രോസ് ചെയ്ത് പോയി. അതറിയാലോ, സ്വാഭാവികമായിട്ടൊരു ഫിലിം പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരാഴ്ചത്തോളം 5 ദിവസം മറ്റോ മഴ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്തു. ഔട്ട് സൈഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ നായികയാണെന്ന് വെച്ചാൽ വളരെ ബിസിയുള്ള ഒരു ഡോക്ടറാണ്. അവർ അവിടെ നിന്ന് അനസ്തേഷ്യ കൊടുക്കുക എന്ന് പറയുമ്പോൾ അറിയാലോ, അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെയും കൂടിയും ടൈമിങ്, അവർ എന്നിട്ട് പോലും അവിടെ നിന്ന് ടൈം എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി വന്നു. അതൊന്നും പ്രതിഫലം ആലോചിച്ചിട്ടല്ല. പിന്നെ ഞങ്ങളുടെ ആമീൻ എന്ന് പറഞ്ഞ കൊച്ചുമോള്, അവൾ ക്ലാസ് കളഞ്ഞ അവളുടെ പാരൻസ് ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 15 ദിവസത്തോളം നമ്മുടെ അടുത്ത് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്നത് കാലിക്കട്ട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ. പിന്നെ ഈ ഷൂട്ട് നിന്നപ്പോൾ ഉള്ള സാമ്പത്തിക, സ്വാഭാവികമായിട്ട് ഇതിനകത്തൊക്കെ സംഭവിക്കാം. നമുക്ക് പിന്നെ മുന്നൊരു പടം ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണു. പിന്നെ ഞാൻ ആക്ച്വലി ഒരു ബിസിനസ്മാനാണ്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാമല്ലോ, പ്രതീക്ഷിക്കണമല്ലോ കുറച്ചൊക്കെ. പിന്നെ സോഷ്യൽ മെസ്സേജ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു സൊസൈറ്റീനെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഒരു ഇതാണല്ലോ. നമുക്ക് എന്നെ സംബന്ധിച്ച് എപ്പോഴും സ്ട്രീറ്റിലിറങ്ങി സമരം ചെയ്യാൻ പറ്റില്ല. ഈ മെസ്സേജായിട്ട് ഈ വഴിക്ക് പോകണമെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ്. അതിന് ഇത്തിരി പണം മുടക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നു, അത് ഒരു പറയുന്നു അല്ല പറയേണ്ടത് പറയുന്നു. അതേപോലെ സോഷ്യൽ ആക്ടിവിറ്റിക്ക് നീക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ നീക്കി വെച്ചിട്ടുള്ളത് ഇതിലൊരു ഭാഗമൊന്നും ഞങ്ങൾ കൂട്ടുന്നുള്ളൂ. ഇപ്പോൾ ഇതിനെ പ്രൊമോ ചെയ്യാനും ഇതിൻ്റെ മെസ്സേജ് കൊടുക്കാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കാരണം ഫസ്റ്റ് പടം തന്നെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലൊക്കെ തന്നെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ശരിക്കും എനിക്ക് ഇത്രയും അവയർനെസ് ഉണ്ടായിരുന്നില്ല സിനിമാ ലോകത്തെ പറ്റിയൊന്നും. പക്ഷേ അതിൽ നിന്ന് കുറേ പഠിച്ചു, പാഠങ്ങൾ ഉൾക്കൊണ്ടു. അങ്ങനെ സിദ്ദിഖ് സാറ് വന്ന് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് താല്പര്യമായി. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് വന്നത്.